ഹായ് ഓൾ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷൻസിലായിട്ട് നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും, GST എന്ന പേര്, റൈറ്റ്? അതായത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിൽ കയറിക്കാണെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു പേരിനെ നിർബന്ധമായും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണ് GST? എപ്പോഴാണ് GST നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുത്തിയത്? എന്തൊക്കെയാണ് GSTയുടെ കോമ്പണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എപ്പോഴാണ് GST നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അതായത് 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന ടാക്സിനെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് വിച്ച് ഹാസ് റീപ്ലേസ്ഡ് മെനി ടാക്സസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ GST എന്നൊരു ടാക്സ് വന്നതിന് ശേഷം ഇന്ത്യയിലെ പല ഇൻഡയറക്റ്റ് ടാക്സുകളെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, അതേപോലെ എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ഇത്തരത്തിലെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഈ ടാക്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് വൺ ടാക്സ് വൺ ഇന്ത്യ എന്ന് പറഞ്ഞ മോട്ടോയിൽ ഇന്ത്യയിലേക്ക് മൊത്തം ഒരൊറ്റ ഇൻഡയറക്റ്റ് ടാക്സ് മതി എന്ന് പറഞ്ഞ കോൺസെപ്റ്റോട് കൂടി GST നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. GSTക്ക് പ്രധാനമായിട്ടും 3 കോമ്പണൻസ് ആണുള്ളത്. അതിലൊന്നാമത്തത് CGST ആണ്. അതായത് CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് അത് സെൻട്രൽ ഗവൺമെന്റിലേക്കാണെങ്കിൽ ആ ടാക്സിനെയാണ് നമ്മൾ CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആണല്ലോ അല്ലേ? അപ്പോൾ എന്തായിരിക്കും SGST? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഡെഫിനിഷനും സിമ്പിൾ ആയിരിക്കുമല്ലോ അല്ലേ? എന്താ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിൽ, അതായത് സംസ്ഥാന ഗവൺമെന്റിനാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ മൂന്നാമതായുള്ള നമുക്ക് പഠിക്കാനുള്ള കോമ്പണൻസ് ആണ് IGST, അതായത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എന്താണ് ഈ IGST അഥവാ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് പേ ചെയ്തിരിക്കണം? IGST പേ ചെയ്തിരിക്കണം. എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് വെജിറ്റബിൾസ് കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനവും തമിഴ്നാട് എന്ന് പറഞ്ഞ സംസ്ഥാനവും ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്തു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ട ടാക്സിന് വിളിക്കുന്ന പേരാണെന്ത്? IGST, അതായത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ക്ലിയർ? അപ്പം എന്താണ് GST? എപ്പോഴാണ് GST എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? GSTയുടെ കോമ്പണൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സെറ്റ് ആണല്ലോ. സോ മക്കളെ, ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.